കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം നടത്താനായിട്ടുണ്ട്. ഇപ്പോൾ 20% വോട്ടും ഒരു എം.പിയും ബി.ജെ.പിക്കുണ്ട്. ക്രൈസ്തവർ പോലും ബി.ജെ.പിയിലേക്ക് അടുത്തിരിക്കുകയാണ്. അതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. സാധാരണ ബി.ജെ.പിയുടെ മികവിന്റെ ഗുണം കോൺഗ്രസിനാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിയുടെ വളർച്ച CPM-ന്റെ വോട്ട് ബാങ്കിനെയും ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പി അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അധ്യക്ഷ സ്ഥാനം നൽകിയത് 2026 എന്ന ബൃഹത്തായ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഈയിടെയായി അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ ഒരു വിഭാഗം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ശേഷം പല വിവാദങ്ങളും തലപൊക്കി തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയിൽ എന്ത് തീരുമാനത്തിനും രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ് ദേശീയ നേതൃത്വം. വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ പാർട്ടിയിലെ ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ പരാതിയിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായിരുന്നു. എല്ലാം കച്ചവട കണ്ണോടെ കണ്ടാൽ പാർട്ടി തകരുമെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. തൃശ്ശൂരിലെ നേതൃയോഗത്തിൽ നിന്നും മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും മാറ്റി നിർത്തിയതും വിമർശനത്തിന് കാരണമായി. കൃഷ്ണകുമാറിനെയും സുധീറിനെയും മാറ്റി നിർത്തുന്നതായും യോഗത്തിൽ പരാതി ഉയർന്നു. വി മുരളീധരൻ പക്ഷമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമർശനമുയർത്തിയത്. അതേസമയം നേതൃയോഗത്തിൽ ക്ഷണിച്ചില്ല എന്ന വാർത്ത കെ സുരേന്ദ്രൻ നിഷേധിച്ചതുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ P.K. കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ക്ഷണമുണ്ടായിരുന്നു. ഇരുവരും വേദിയിലിരിക്കുകയും വിവിധ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണെന്നാണ് സൂചന. കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും സമാന സമീപനമാണെന്നാണ് പരാതി. മാത്രമല്ല, സംസ്ഥാന നേതൃയോഗത്തെ ഗ്രൂപ്പ് യോഗമാക്കിയെന്ന് മുരളീധരൻ വിഭാഗം ആരോപിക്കുകയും ചെയ്തിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം P.K. കൃഷ്ണദാസ് പക്ഷത്തിന് മുന്തിയ പരിഗണന നൽകുന്നുവെന്ന ആരോപണം ഉയർന്നുവരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റിയിൽ മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. വീഴ്ച കോർ കമ്മിറ്റിയിൽ സംബന്ധിച്ച രാജീവ് ചന്ദ്രശേഖർ ഇനി ഒരു യോഗത്തിലും ഇത്തരമൊരു പരാതിക്ക് ഇടവരുത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്.